ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, ഇത് മൊബൈൽ ഫോണിൻ്റെ സ്ക്രീന് നമ്മൾ വലുപ്പത്തിൽ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എൻലാർജ് ഒരു സ്ക്രീനാണിത്. ഇത് പുറകിലേക്ക് 3 സ്റ്റെപ്പായിട്ട് ഇതുപോലെ വലിച്ചു വെക്കാൻ പറ്റും. ഇതുപോലെ ഇത് പുറകോട്ടിങ്ങനെ ചുരുക്കിയും വെക്കാം, അല്ലെങ്കിൽ നൂർത്തും വെക്കാമെന്നാണ്. ഇതിലേക്ക് നമ്മൾ മൊബൈൽ ഫോണ് നമ്മൾ പടം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് നമുക്ക് കാണാം, ഇങ്ങനെ വെച്ച് കാണാൻ പറ്റും. അപ്പം മുഴുപ്പിൽ സ്ക്രീൻ നല്ല മുഴുപ്പിൽ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഈ മൊബൈൽ ഫോൺ മഗ്നിഫയർ എന്ന് പറയും, അല്ലെങ്കിൽ എൻലാർജ് എന്ന് പറയും, അങ്ങനെ പ്രൊജക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിതൊരു വീഡിയോ നമ്മൾ മൊബൈൽ ഫോണിൽ ഇതുപോലെ നമ്മളെടുത്തൊരു വീഡിയോ എടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക. ഇതുപോലെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നല്ല മുഴുപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് നല്ല മുഴുപ്പിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇതിങ്ങനെ ഉപയോഗിക്കുന്നത്. ഇതിപ്പം എന്നാ ഇതിനകത്തോട്ട് കയറുന്നില്ല, എന്നാ പിന്നെ ഇതിൻ്റെ കവർ ഓഫ് ചെയ്തെങ്കിലേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കവർ എടുത്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഇത് കവർ എടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് കയറുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ കവർ എടുത്തിട്ട് വെച്ച് നമ്മൾ നോക്കുന്നു. നമ്മൾ സ്ക്രീന് ഇങ്ങനെ ഹൊറിസോണ്ടലാക്കണം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമ്മളത് ഇതുപോലെ വെച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് മൊബൈൽ ഫോൺ എൻലാർജ്മെൻറ്റ് സ്ക്രീന് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ പുറകോട്ട് ചുരുക്കിക്കൊണ്ടുവരാം. ചുരുക്കിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അകത്തും തോറും നല്ലപോലെ നമുക്കിത് കാണാനായിട്ട് ഇതുപോലെ സാധിക്കും. ഇതാണ് മൊബൈൽ ഫോൺ സ്ക്രീൻ പ്രൊജക്ടർ അല്ല എൻലാർജ് സ്ക്രീൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് പുറകോട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ചുരുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഉണ്ടെന്ന് നോക്കാം, ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് വ്യക്തമാകത്തില്ല. അപ്പോൾ നമ്മളത് വീണ്ടും ഇത് ഇങ്ങനെ പുറകോട്ടേക്ക് പുറകോട്ട് മാറ്റി വെക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും പുറകുവശം. അപ്പോൾ ഇത്രയും സ്ഫുടമായിട്ട് നമുക്കിത് കാണാനായിട്ട് തന്നെ നല്ല മുഴുപ്പിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് ഇത് നമുക്ക് പല വിലയ്ക്കും കിട്ടും. 2000 രൂപ മുതൽ താഴത്തേക്ക് പല വിലയ്ക്കും നമുക്ക് ലഭിക്കുന്നതാണ്. 500 രൂപ, 1000 രൂപ, അങ്ങനെ പല ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതിനേക്കാളും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതനുസരിച്ച് വില കൂടും. ഇപ്പോൾ ഏറ്റവും വില കുറഞ്ഞൊരു ടൈപ്പ് സാധനമാണ്. ഇതാണ് മൊബൈൽ ഫോൺ എൻലാർജ്മെൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ ഇതിങ്ങനെ നമുക്ക് വെച്ച് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ എൻലാർജ്മെൻറ്റ് മൊബൈൽ ഫോൺ എൻലാർജ്മെൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്നതാണ്. നമുക്ക് നോക്കാം. നല്ല ടി വി പോലെ നല്ല മുഴുപ്പിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഇതാണ് പ്രൊഡക്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ മൊബൈൽ ഫോൺ നമ്മൾ ഇതിനുള്ളിലേക്ക് നമ്മൾ ഇതുപോലെ കയറ്റി വെച്ചാൽ മതി. ഇതിൻ്റെ ബാക്ക് വശമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഇതുണ്ടോ, ഇതിങ്ങനെ ഇരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് വശമൊക്കെ. അപ്പോൾ നമ്മൾ ഫോണിൽ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ പ്ലേ ചെയ്തതിന് ശേഷം ഇതുപോലെ കയറ്റി വെച്ചാൽ മതി. ഇതുണ്ടോ, ഇതുപോലെ കയറ്റി അങ്ങ് വെച്ചാൽ മതി. കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ